അയൽവാസിയാണല്ലോ അല്ലേ? എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തെ ഓർക്കാന്ന് പറഞ്ഞാൽ അധിക ദിവസങ്ങളിൽ ഇവിടെ ഒരു വെസ്റ്റേൺ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പുള്ളി പർച്ചേസിന് വേണ്ടി വരും, ഈവനിങ് വാക്കിന് വേണ്ടി വരും. ഇവിടെ ഇത് പുള്ളിയുടെ ഭാര്യ വീടാണ്. ഭാര്യയുടെ വീട് കിട്ടിയിട്ടുള്ളതാണ്. പുള്ളി ബിലോങ്സ് ഇരിഞ്ഞാലക്കുട. ആക്ച്വലി ഇവിടെ തൃശ്ശൂർക്കാരനായി മാറി, അത്ര തന്നെയാണ്. കാണുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. പുള്ളി പക്ഷേ ഒരു പാട്ടിൻ്റെ മൂഡിലാണ് ഏത് സമയം. അങ്ങനത്തെ ഒരു ഗായകനാണല്ലോ. ഇവിടെ അടുത്ത അയൽവാസിയായ ചേച്ചി നമുക്ക് നേരത്തെ സംസാരിച്ചും ബിന്ദു ചേച്ചി സംസാരിച്ചതും എങ്ങനെയാണ് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ സംസാരിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പേടി കാരണം സംസാരിച്ചില്ല. എന്നും ആരാധനയോട് കൂടി നോക്കിയിട്ടേ ഉള്ളൂ. പാട്ടിനെ പറ്റി ABCD അറിയാത്തതിനെ കൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്നുള്ളൊരു പേടിയാണ്. എപ്പോഴും കാണാറുണ്ടല്ലേ? എപ്പോഴും കാണും. ഇത് എൻ്റെ വീട് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സാറിൻ്റെ. അപ്പോൾ കാറിൽ എപ്പോഴും വന്നിറങ്ങി നേരെ അങ്ങോട്ട് വരിക ചെയ്യാം വീട്ടിലേക്ക്. അത്ര നല്ല നാട്ടുകാർക്കും ഒക്കെ പറയാൻ ഏറെ ഉണ്ട്. ജയേന്ദ്രൻ അല്ല അഭിലാഷ, ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരാളുടെ വിയോഗത്തിൽ വളരെ ദുഃഖത്തോടു കൂടി അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ സന്തോഷമുള്ള ഒരുപാട് സ്മരണകളും നിരവധി പേർക്ക് പങ്കുവയ്ക്കാനുണ്ട് എന്നതാണ്. അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു, അത്രയേറെ പ്രത്യേകതകളുള്ള ഒരാളായിരുന്നു, വ്യക്തിത്വമായിരുന്നു.